ഹലോ. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ അനാലിസിസ് 2 മറ്റൊരു മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതുണ്ടായിരുന്നു ഒരു ബീമിനെ എങ്ങനെയാണ് നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സെക്കൻഡ് ഒരു വീഡിയോ വരുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അനലൈസ് ദ റിജിഡ് ഫ്രെയിം ഷോൺ ആൻഡ് ഫിഗർ ബൈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ BMD എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ, പ്രീവിയസ് ഇയർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 2 കോളം ഉണ്ട് അല്ലേ. എ ബിയും സി ഡിയും 2 കോളമാണ്. ആൻഡ് ദിസ് ഇസ് BC എന്ന് പറയുന്ന ബീമാണ്. ഈ കോളത്തിൽ ഒരു ലോഡും ഇല്ല. പക്ഷേ BC എന്ന് പറയുന്ന ബീമിൽ 30 kN/m എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ I വാല്യൂ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. 5 മീറ്ററാണ് കോളത്തിൻ്റെ ഹൈറ്റ്. ബീമിൻ്റെ സ്പാൻ വരുന്നത് 4 മീറ്ററാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ AB എന്ന് പറഞ്ഞ കോളം എടുക്കുന്നു. അപ്പോൾ ABയിൽ രണ്ടും ഫിക്സഡ് എൻഡ് ആക്കി കഴിഞ്ഞാൽ അതിലെത്രയാണ് ഫിക്സഡ് മൊമെൻറ്റ്? പക്ഷേ ഇവിടെ എന്തില്ല, ലോഡൊന്നും ഇല്ലല്ലോ. സോ ABയിൽ ഫിക്സഡ് മൊമെൻറ്റ് എത്രയാണ്? 0 ആണ്. അതേപോലെ തന്നെ BA എന്ന് പറഞ്ഞ് തിരിച്ചെടുത്താലും സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. എക്സ്റ്റേണൽ ലോഡൊന്നുമില്ല. സോ BAയിലും ഫിക്സഡ് മൊമെൻറ്റ് 0 ആണ്. CD എന്ന് പറയുന്ന കോളം എടുത്താലോ അതിലും എക്സ്റ്റേണൽ എന്തെങ്കിലും ലോഡുണ്ടോ? ഇല്ല. അപ്പോൾ CDയിലും ഫിക്സഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ DCയിൽ തിരിച്ച് പറഞ്ഞാലും ഫിക്സഡ് മൊമെൻറ്റ് 0 ആണ്. സോ അതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ BCയിലെ ഫിക്സഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. BCയിൽ നമുക്കറിയാം UDL വരുമ്പോഴത്തേക്കും WL²/12 ആണ് ഫിക്സഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ല MF BC ആണെങ്കിൽ -WL²/12 MF CB ആണെന്നുണ്ടെങ്കിൽ +WL²/12 ആണ് വരുന്നത്. അതിൽ W എന്ന് പറയുന്നത് 30 ആണ്. ആൻഡ് അതിൻ്റെ സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് MF BCയും MF CBയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുവാണ്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഫോർ എൻഡ് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഫിക്സഡ് എൻഡ് അല്ലേ. ഞാനപ്പോൾ ഇത് AB എന്നാണ് ഇങ്ങോട്ടാണെങ്കിൽ BAയുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞാൽ ഫോർ എൻഡ് ഫിക്സഡ് ആണ്. സോ 4EI/L ആണ്. ഇനി ഞാൻ ABയുടെ സ്റ്റിഫ്നെസ് ആണ് പറയുന്നതെന്നെങ്കിലോ ഫോർ എൻഡ് എന്താണ് അവിടെ? B എന്ന് പറഞ്ഞാൽ ഹിഞ്ച്ഡ് അല്ലേ. സോ ഫോർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ 3EI/L ആണ് നമ്മുടെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർ എൻഡ് കണ്ടിന്യൂസ് ആണ്. അതായത് ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇവിടെ ഈ ഒരു സ്പാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ABയുടെ സ്റ്റിഫ്നെസ് പറയുമ്പോഴത്തേക്കും ഫോർ എൻഡ് എങ്ങനെയാണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ അവിടെ എന്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ? 4EI/L തന്നെയാണ് ഫിക്സഡ് മൊമെൻറ്റ് എടുക്കുന്ന ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ടേബിളാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെയും Aയും Dയും കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അറ്റ് എ ജോയിൻ്റ് മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് എ ജോയിൻ്റ് എന്ന് പറയും. ജോയിൻറ്റിൽ സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ A എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുമ്പോൾ അവിടെ ഒരേ ഒരു മെമ്പറേ ഉള്ളൂ. AB എന്ന് പറയുന്ന മെമ്പർ. സോ ആ ABയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. വേറെ മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ MDC എടുക്കുമ്പോഴത്തേക്കാണെങ്കിലോ DC എന്ന് പറയുന്ന മെമ്പർ എടുക്കുമ്പോഴത്തേക്കും D എന്നുള്ള ജോയിൻറ്റിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ എല്ലാം സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്. സോ ഇതിൽ ഒരേ ഒരു മെമ്പറേ വരുന്നുള്ളൂ. സോ ഇവിടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ത് തന്നെ വരും? 1 തന്നെ വരും. അതുകൊണ്ട് അത് രണ്ടും ഞാൻ പ്രത്യേകം എഴുതിയിട്ടില്ല. പകരം Bയും Cയും എന്ന് പറയുന്ന ജോയിൻ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് BAയും BCയും അതുപോലെ CBയും CDയും ആണ് Cയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് 4EI/L. BA എന്ന് പറയുന്നതാണ് BA. അതിൽ ഫാർ എൻഡ് എങ്ങനെയാണ്? ഫിക്സഡ് ആണ്. സോ BA/4EI/L എന്ന് എഴുതാം. അതിൽ L എന്ന് പറയുന്നത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 5 മീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി BC എന്ന് പറഞ്ഞ എടുക്കുമ്പോഴോ അവിടെയും 4EI/L തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ 4E ഇൻറ്റു I എത്രയാണ്? 2I ആണ് എടുക്കേണ്ടത്. /L എന്ന് പറയുന്നത് 4 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. സോ അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? 2EI എന്ന് വരും. ഏതിൻ്റെ? BCയുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത C എന്നുള്ള ജോയിൻ്റ് എടുക്കുമ്പോൾ CD ഉണ്ട്, CB ഉണ്ട്. CB എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഫാർ എൻഡ് കണ്ടിന്യൂസ് ആണ് അല്ലേ. സോ 4EI/L തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ് CD ആണെങ്കിലോ 4EI/L. അപ്പോൾ അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Eക്കും Iയുടെയും വാല്യൂസും Lൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് K വാല്യൂസ് കിട്ടും. ഓക്കെ. ഇനി സിഗ്മ K കണ്ടുപിടിക്കണം. അറ്റ് ജോയിൻറ്റ് B എടുക്കുകയാണെങ്കിൽ സിഗ്മ K എന്ന് പറഞ്ഞാൽ ഇതേ പ്ലസ് ഇത് ചെയ്യുക. സോ അതെല്ലാം ചെയ്ത് എഴുതിയിട്ടുണ്ട്, ആഡ് ചെയ്ത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് BA കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ്. അപ്പോൾ K ഡിവൈഡ് ബൈ സിഗ്മ K ചെയ്യുന്നു. സോ നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് പോവാം. ഇവിടെ വരുമ്പോഴത്തേക്കും
എന്താണ് ജോയിൻ്റ് മെമ്പർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത്രയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് സ്റ്റെപ്പ്? ബാലൻസിങ് ചെയ്യണം അല്ലേ. ബാലൻസിങ് ചെയ്യാനായിട്ട് ഇവിടെയും നോക്കിക്കേ, ബിയിലും സിയിലും എന്താണ് ഈ എയിലും ഡിയിലും എന്തായാലും മൊമെൻറ്റ് വരും. അവിടെയാണെങ്കിൽ ഇപ്പോൾ 0 മൊമെൻ്റാണ് കിടക്കുന്നത് അല്ലേ. അത് പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ബിയിലും സിയിലും എന്ത് വരണം? ഒരേപോലെ അതായത് ബി എയിലും ബി സിയിലും ഒരേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ്സ് വരണം, എന്നാലേ അത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. സോ നമ്മൾ ഇവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള ജോയിൻ്റ് എടുക്കുമ്പോൾ അവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്? അതിന് ഓൾജിബ്രൈക് സം ഓഫ് മൊമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് 0 പ്ലസ് -40. അപ്പോൾ -40 ആണ് അവിടുത്തെ അൺബാലൻസ്ഡ് മൊമെൻറ്റ്. അതേ ഇൻറ്റു അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.29 ചെയ്യുമ്പോൾ നമുക്ക് 11.6 കിട്ടും. ആക്ച്വലി നമുക്ക് കിട്ടുന്നത് -11.6 ആണ്. ഞാൻ പറഞ്ഞു ബാലൻസിങ്ങിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആ മൈനസ് കളഞ്ഞിട്ടുള്ളത് വേണം എഴുതാൻ ഇവിടെ. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. അതേപോലെ ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് -40 തന്നെയാണ് ഇൻറ്റു ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.71. അത് ചെയ്യുമ്പോൾ -28.4 കിട്ടും. പക്ഷേ ഇവിടെ എഴുതുന്നത് 28.4 ആണ്. അതേപോലെ ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്? +40 ആണ്. 40 × 0.71 28.4 ആണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? -28.4 എഴുതണം. അതേപോലെ ഇവിടെ 40 × 0.29, അപ്പം -11.6 എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരി ഓവർ മൊമെൻ്റ് ആണ്. സോ ക്യാരി ഓവർ മൊമെൻ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? നമ്മൾ എ ബിയിലും ബി എയിലുണ്ടാവുന്ന ഈ ഒരു അൺബാലൻസ്ഡ് മൊമെൻറ്റ്, ബി എയിലുണ്ടാവുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇങ്ങോട്ടേക്കല്ലേ ക്യാരി ഓവർ ചെയ്യുന്നത്. സോ എ ബിയിലേക്കാണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യേണ്ടത്. സോ ബി എയിൽ നിന്നും എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. എങ്ങനെയാണ്? ഇതേ /2 എടുക്കുക. അതേപോലെ ബി സിയിൽ നിന്നും സി ബിയിലേക്കും സി ബിയിൽ നിന്ന് ബി സിയിലേക്കും നമ്മൾ ക്യാരി ഓവർ ചെയ്തു. എല്ലാം എന്താണ്? ഹാഫ് എടുക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 11.6 / 2. അങ്ങനെ നമ്മൾ എന്താണ് ബാലൻസും ക്യാരി ഓവർ മൊമെൻറ്റും ഇങ്ങനെ മാറി കണ്ടുപിടിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്യുന്നു അത്രയും അത് ആക്യുറേറ്റ് ആയിരിക്കും. ഞാനിത് പറയാതെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇത് നന്നായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ബാലൻസിങ് എന്ന് പറയുമ്പോഴത്തേക്കും ബാലൻസിങ്ങിൽ കൊണ്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു 0.06 എന്നൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നിർത്തിയതാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ ഇത്രയും മതിയായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? MAB കണ്ടുപിടിക്കാനായിട്ട് ഈ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ വാല്യൂസിനും സം എടുക്കുക. MBA കണ്ടുപിടിക്കാൻ ഇത് മുതൽ താഴോട്ടുള്ള എല്ലാത്തിൻ്റെയും സം എടുക്കുക. ഇങ്ങനെ സം എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇത് കറക്റ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? MBAയും MBAയിലെയും MBCയിലെയും മൊമെൻറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഒരു ജോയിൻറ്റിൽ വരുന്ന മൊമെൻറ്റ്സ് 2 മെമ്പർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 മെമ്പറിലും ഉള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്നാലേ ആ ജോയിൻറ്റിൻ്റെ ഈക്വിലിബ്രിയത്തിലാവത്തുള്ളൂ, 0 മൊമെൻ്റ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ +17.95 ഇവിടെ -. അപ്പോൾ അതെന്തായി? ബി എന്നുള്ള ജോയിൻ്റ് ഓക്കെയാണ്. അതേപോലെ ഇവിടെയും സി എന്നുള്ള ജോയിൻറ്റിലും സി ബിയും സി ഡിയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഇക്വിലിബ്രിയം. സോ അത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയർ എല്ലാം കറക്റ്റാണ്. MDCയുടെയും ഇതേപോലെ സം എടുത്ത് എഴുതാം. ഇത് നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ ഇതാണ് എൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതേപോലെ എടുത്ത് വരച്ചു. ഇനി ആദ്യം എന്താണ്? നമുക്ക് ഈ കോളത്തിലൊന്നും ലോഡില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഈ ബീമിലൊരു ലോഡുണ്ട്. WL²/8 ചെയ്തിട്ട്, അതായത് ബീമിൽ വന്ന് എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണോ വരുന്നത് അവിടെ തന്നെ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആക്കുക. എന്നിട്ട് ആ ലോഡിങ് കണ്ടീഷൻ വരയ്ക്കുക. അപ്പോൾ ഇതിന് നമ്മൾ വരുവാണെങ്കിൽ WL²/8 ആണ് ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ 60 kN മീറ്റർ എന്ന് കിട്ടും WL². അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് 60 kN മീറ്റർ. ഓക്കെ, അത് ശരിക്കും ഇങ്ങനെ നമ്മൾ റെഡ് കളറിൽ ഈ വരച്ചിരിക്കുന്ന ഇതെന്താണ്? നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗ്രത്തിനെ വിളിക്കുന്ന പേര് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രം എന്നാണ്. ഇനി അതിൻ്റെ കൂടെ എന്താണ്? നമ്മൾ എൻ മൊമെൻറ്റ് ഡയഗ്രം കൊണ്ട് വരയ്ക്കണം. എൻ മൊമെൻറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ വാല്യൂസ് വെച്ചിട്ട് എൻ മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ BMD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോളത്തിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, MAB എന്ന് പറഞ്ഞാൽ +8.94 ആണ് അല്ലേ. അതായത് ക്ലോക്ക് വൈസ് ആണെന്നാണ് അർത്ഥം, പ്ലസ് വന്നു കഴിഞ്ഞാൽ. സോ ഇതാണ് എൻ്റെ കോളം, ഇതാണ് AB എന്ന് പറഞ്ഞ ഡയറക്ഷൻ, ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്? ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ബീമിനെ ഇങ്ങോട്ടേക്കല്ലേ പുഷ് ചെയ്യുന്നത്. സോ നമ്മൾ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കണം. പോസിറ്റീവ് എന്ന് പറയുന്നത് 8.945. ഇനി അതേപോലെ MBA എന്ന് പറയുന്നത് +17.95 തന്നെയാണ്. അപ്പം MBA ഇങ്ങനെയാണ് അല്ലേ. അപ്പം ബിയിൽ നിന്നും എയിലേക്ക് വരണം. അത് ക്ലോക്ക് വൈസ് അല്ലേ, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ആകുമ്പോൾ ഇതിനെ എന്ത് ചെയ്യും? മുകളിലോട്ട് തള്ളും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചത്. എന്നിട്ട് അതിനെ രണ്ടിനെയും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി MBC വരുമ്പോഴത്തേക്കും +17.95ഉം
MBC എന്ന് പറയുന്നത് -17.95 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ അതെ MBC ഇതാണ് MBC, അതിൽ മൈനസ് ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിനെ മുകളിലേക്ക് പുള്ളി. സോ ഇവിടെ മുകളിലേക്കാണ് നമ്മൾ 17.95 വരയ്ക്കുന്നത്. അടുത്ത് MCB വരയ്ക്കുമ്പോഴോ അവിടെ ക്ലോക്ക് വൈസ് ആണ്. സോ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് സിയിൽ നിന്നും ബിയിലേക്ക് ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. സോ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടോളാം. അടുത്ത് MCD -17.95 ആണ്. CD ഇതെന്ന് പറയുന്നത് -17.95 ആണ്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി, ഇങ്ങനെ എടുത്താൽ ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് MCDയിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇതിൻ്റെ മുകളിലേക്കല്ലേ പുള്ളി ചെയ്യുന്നത്. സോ 17 ഇനി DC എന്ന് പറയുന്നത് -8 ആണ്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്. സോ DCയിൽ ഇങ്ങനെ ഞാൻ എടുത്ത ക്ലോക്ക് വൈസാണ്, ഇങ്ങനെ എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് കാരണം എന്ത് ചെയ്യും, ഇതിനെ മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത്. സോ ഈ ഒരു ഭാഗത്തേക്കാണ് ഡയഗ്രാം വരുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദ ഫ്രെയിം. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 10 മാർക്സ് കിട്ടും. ഓക്കെ, താങ്ക് യു.